ഹായ് ഫ്രണ്ട്സ്, ഇഗ്നോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് പഠിക്കേണ്ടത്. കാരണം കുറേ അധികം ഉണ്ട് പഠിക്കാനായിട്ട്. അതിൽ എന്താ പഠിക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചു തീർക്കുക, എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, നമുക്ക് നോക്കാം. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മളുടെ ബുക്സിൽ തന്നിരിക്കുന്ന ഓരോ ചാപ്റ്ററിൻ്റെയും താഴെ ആൻസേഴ്സ് ഉണ്ടായിരിക്കും, അതും പഠിക്കുക. സെക്കൻഡ്ലി, ഇതെല്ലാം വാരി വലിച്ച് പഠിക്കാതെ സമ്മറി മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കൂ. ഒരു ചാപ്റ്ററിൻ്റെയും സമ്മറി. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമുക്ക് ലഭിക്കുക. അതിനായിട്ട് ഞാൻ സ്ക്രീനൊന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് ഒട്ടുമിക്കവാറും ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഓക്കെ, നമ്മുടെ പുസ്തകത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉള്ള ആ ഒരു പോർഷൻ മാത്രം എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോണിൽ ഗൂഗിളിൻ്റെ ആ ഒരു ആപ്പ് ഉണ്ടല്ലോ, അവിടെ സ്കാനർ ഉണ്ടായിരിക്കും, അതെടുക്കണം. ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ചാപ്റ്ററിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ എവിടെയാണോ ആ പോർഷൻ എടുക്കുന്നു. അവിടെ നിന്ന് നമ്മളുടെ ആ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഭാഗം മാത്രം സ്കാനർ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ അത് സെലക്ട് ആയിട്ട് വരും, കണ്ടോ. എന്നിട്ട് ആ ഒരു പോർഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് ആ ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, നമുക്ക് കൃത്യമായിട്ടൊരു ആൻസർ കിട്ടില്ല. അങ്ങനെ അപ്പോൾ ആൻസർ സെലക്ട് ചെയ്ത് വാട്സാപ്പിൽ കൊണ്ടുപോകുന്നു. അവിടെ AI-യിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ChatGPT-യിൽ കൊണ്ടുപോകുന്നു. അവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമ്മളിവിടുന്ന് കോപ്പി ചെയ്ത കാര്യം അവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. പ്ലീസ് റൈറ്റ് ദി ആൻസർ ഇൻ 500 അല്ലെങ്കിൽ 400 വേർഡ്സ്. നമുക്ക് എന്ത് വേണം ഡിസ്ക്രൈബ് ചെയ്യാം കേട്ടോ. അത് നമ്മളിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആൻസർ അവിടെ നിന്ന് ലഭിക്കുന്നത്. എന്നിട്ട് നമ്മളത് സെൻഡ് ചെയ്യുന്നു. സെൻഡ് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് ആൻസർ ലഭിക്കും. ഇത് കുറേ അധികം പേർക്ക് അറിയാം, എന്നാലും കുറേ അധികം പേർക്ക് ഇത് അറിയില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഇത് എവിടെ നിന്നാണ് എല്ലാവരും ആൻസർ പഠിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സമ്മറി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഒരു ചാപ്റ്റർ, പുസ്തകം മൊത്തം ഒന്നല്ല, ഒരു ചാപ്റ്റർ ബ്ലോക്ക് മൊത്തം എടുക്കരുത്. ഒരു ചാപ്റ്റർ മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. ഇതുപോലെ തന്നെ കോപ്പി ചെയ്യുന്നു, അവിടെ ഓരോ പേജും കോപ്പി ചെയ്യുന്നു, ChatGPT-യിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ചാപ്റ്റർ ആയി കഴിയുമ്പോൾ ChatGPT-ക്ക് നമുക്ക് അയച്ചു കൊടുക്കുക. അവരതിൻ്റെ ഒരു നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എഴുതുന്ന ഷോർട്ട് സമ്മറി ഓഫ് ദ ചാപ്റ്റർ അല്ലെങ്കിൽ സമ്മറി ഓഫ് ദ ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആൻസർ നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരമാണ് നമ്മൾ പഠിക്കേണ്ടതും. അസൈൻമെൻറ്റിനായാലും ഈ ഒരു മാർഗം തന്നെയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എന്നല്ല, ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ചിലവരൊക്കെ എഫേർട്ട് എടുത്ത് പഠിക്കുന്നവരുണ്ടോ. സോ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ ആവശ്യമാണെങ്കിൽ ദയവുചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് വിൽ മീറ്റ് വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.